പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. ഒരു ഗേറ്റഡ് വില്ലയുടെ അകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 3 സെൻറ്റ് ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഭംഗിയായിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. പുക്കാട്ടുപടി വലിയൊരു ജംഗ്ഷനും കൂടിയാണ്. ബസ് റൂട്ടിലേക്ക് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടും കൂടിയാണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. ആലുവ വളരെ അടുത്താണ്. മാത്രമല്ല രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. എയർപോർട്ടിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് എലിവേഷനിലേക്ക് വരാം. ഭംഗിയുള്ളൊരു എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ വർക്കുകൾ കാണുന്നുണ്ട്. ടെക്സ്റ്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് വർക്ക് താഴെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു മതിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ടൈലാണ് പാകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് വർക്കുകൾ കുറച്ച് ബാലൻസ് ഉണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. അതായത് ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. മുഖദർശനം വരുന്നത് കിഴക്കോട്ടാണ്. നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഇവിടെയായിട്ട് ഷൂറാക്കും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിനകത്തേക്ക് വരാം. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോർ വന്നിട്ടുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ല ഭംഗിയുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും കിട്ടിയിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ജനലെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിലായിട്ട് ഭംഗിയുള്ളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു TV സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിൽ വരുന്നുണ്ട്. നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. പോകുന്ന എൻട്രൻസും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. നല്ലൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിൽ നിന്ന് ധാരാളം സൂര്യപ്രകാശം വീടിനകത്തേക്ക് കയറി വരികയും ചെയ്യും. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് ലൈൻ്റെ ഫിറ്റിങ്സ് ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വന്നിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സെറയുടെ ഫിറ്റിങ്സ് ഫുള്ള് വന്നിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെ അത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുകയാണ്. വുഡിൻ്റെ തീമിലുള്ള PVC പാനലിംഗ് ആണ് ഈ കാണുന്നത്. ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിനടിയിലാണ് ഇത് കാണുന്നത്. ഇതിനകത്ത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിഴക്ക് വശത്തേക്ക് വരാം. വടക്ക് കിഴക്ക് ഭാഗമാണത്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് അടുക്കള വന്നുള്ളത്. കിഴക്കോട്ട് പാചകം ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഫുഡ് ഹോബ് അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് 2 പാളി ജനൽ വന്നിട്ടുണ്ട് കിഴക്ക് വശത്ത്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. അവിടെയായിട്ട് നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മേലെ ആയതുകൊണ്ട് തന്നെ പ്ലേറ്റ് റാക്കും മറ്റുമൊക്കെ വെക്കാൻ നേരത്ത് അതിൽ നിന്ന് ഊർന്ന് വീഴുന്ന വെള്ളം നേരെ സിങ്കിലേക്ക് വീഴുകയും ചെയ്യും. പിന്നെ അതിൻ്റെ മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം PVC ലാമിനേഷനാണ് വന്നുള്ളത്. പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ കൈ എത്തുന്ന ദൂരത്ത് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് മൾട്ടിവുഡിലാണ് ചേർന്നത്. PVC ലാമിനേഷനും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോർത്ത് സൈഡിലേക്ക് ഒന്ന് ഇറങ്ങാം. വടക്ക് വശത്ത് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. തറനിരത്തിൽ നിന്ന് ഉയർത്തിയാണ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്ലംബിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിങ്കും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കൊന്ന് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ ഭംഗിയുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളം, 11 അടി വീതി വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. കബോർഡ് ചെയ്തിരിക്കുന്നത് അകത്തേക്ക് കയറ്റിയാണ്. അതുകൊണ്ട് ധാരാളം സ്ഥലം നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് 2 പാർട്ടായിട്ട് ഇങ്ങനെ തുറക്കാവുന്ന രീതിയിലും ഒരു ഡ്രസ്സിംഗ് ടേബിളും പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വാർഡ്രോബ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഫിറ്റിങ്സ് എല്ലാം തന്നെ സെറയുടെ തന്നെയാണ്. ഇപ്പം വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടറാണ് സെറ തന്നെയാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ PC ക്ലോസറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിന്റ് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് മാറ്റ്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു ബാത്റൂമും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. നേരെ വെസ്റ്റ് സൈഡാണ്. പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലും ചെയ്തിട്ടുണ്ട്. ഗ്ലാസും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്.
അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഭംഗിയുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസും സ്പേഷ്യസുമാണ്. പിന്നെ ഇത് ഈസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. ഇവിടെയും ഒരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടി വി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. 12 അടി നീളവും 12 അടി വീതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ നമുക്ക് ബാലൻസ് കിട്ടുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂമും വന്നുള്ളത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 2, 4, അപ്പം 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വലിയൊരു വാർഡ്രോബ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വന്നുള്ളത്. ഇങ്ങനെ ഒരു മിറർ വന്നിട്ടുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റും വരുന്നുണ്ട്. അപ്പം നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിക്സറാണ് വന്നുള്ളത്. റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് സെറേഡയാണ്. ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡ് വരുന്നുണ്ട്. അപ്പോൾ മാറ്റ് ടൈലാണ് താഴെയെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫിനിഷ് ആയിട്ടുള്ള പണി. അവിടെ ഇവിടെയായിട്ട് ക്ലീനിങ് വർക്കുകളും ടച്ചപ്പും ഒക്കെ ബാലൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. താഴെ ഇതിന് ഒരു ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ കിഴക്ക് വശത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം 12 അടി നീളം വന്നിട്ടുണ്ട്. 10 അടി വീതി വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. കബോർഡ് ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വലിയ വാർഡ്രോബ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിൽ ഇനി ഇവിടെ ഒരു മിറർ മാത്രമേ വരാനുള്ളൂ. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു ഡ്രസ്സിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ ബാത്റൂമിലേക്ക് വന്നു. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, മിക്സർ, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, അതുപോലെ തന്നെ ഹീറ്റിന്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈല് വിത്ത് ഗ്ലോസി. ഡോറുകളെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് വന്നുള്ളത്. അപ്പോൾ നല്ല 2 ബെഡ്റൂം നമുക്ക് മേലെ കിട്ടി. ഇത് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കാണാം. അപ്പോൾ നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നുള്ളത്. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. അപ്പോൾ ഇതിൽ നല്ലൊരു വാഷിംഗ് മെഷീൻ വെക്കാം. അവിടെയായിട്ട് ഒരു അയൺ ടേബിൾ ഇടാം. അപ്പോൾ വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നല്ലൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ്. അതായത് നല്ല നീളത്തിലാണ് ബാൽക്കണി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 ചെയർ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയലും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ക്വയർ ട്യൂബിൻ്റെ വർക്കുകളാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ ടെക്സ്റ്റും ഒക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു എലിവേഷനോട് കൂടിയ നല്ലൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് ലാൻഡ് 1550 സ്ക്വയർ ഫീറ്റ് ഭംഗിയായിട്ട് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ ഇതിന് ഒരു ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമും നല്ലൊരു യൂട്ടിലിറ്റിയും ഒരു അപ്പർ ലിവിംഗ് സ്പേസും നല്ലൊരു ബാൽക്കണിയും കൊടുത്താണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 57 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഒരു ഗേറ്റഡ് വില്ലയുടെ അകത്ത് പുക്കാട്ടുപടിക്ക് അടുത്തായിട്ട് ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. സിമിലറായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.